ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനത് ഫേസൊക്കെ സൂം ചെയ്ത് അയ്യോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു കേവ് കണ്ടുപിടിക്കണം എന്നായിരുന്നു. ഈ ഒരു വില്ലേജ് മാറി വേറൊരു നല്ല വില്ലേജ് കണ്ടുപിടിക്കണം എന്നായിരുന്നു. ഞാൻ നേരെ വില്ലേജിൽ നിന്ന് പോകാമെന്നുള്ള പ്ലാനിൽ വില്ലേജിൽ നിന്ന് ഇറങ്ങി മല പതിയെ കയറാനുള്ള പ്ലാനിലാണ് ഗൈസ്. മലയൊക്കെ പതിയെ കയറി. അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ബെഡ് എടുക്കാൻ മറന്നു. നമുക്ക് ഈ ബെഡ് എടുക്കാം തന്നെ. വേറെ വില്ലേജിൽ പോകണമെങ്കിൽ നമുക്ക് മിക്ക ഫാം ഉണ്ടാക്കണമെങ്കിലും ബെഡ് വേണം. നമുക്ക് ബെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബെഡൊക്കെ എടുത്ത്, പിന്നെ ഈ വില്ലേജിലെ എല്ലാ വൂള് ബെഡ് അതൊക്കെ എടുക്കലായിരുന്നു പരിപാടി. കച്ച 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 എല്ലാം എടുത്തിട്ട് എൻ്റെ ഇൻവെൻട്രിയിൽ ഏകദേശം ഇത്രയും ബെഡുണ്ട്. ബാക്കി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. പോണ വഴി പതിയെ ഷീപ്പിനെയൊക്കെ തട്ടി പോകാമെന്നുള്ള മൈൻഡായിരുന്നു. പതിയെ അടുത്ത ഷീപ്പിനെ കണ്ട് അതിനെ തട്ടും. പതിയെ നമുക്ക് അടുത്തൊരു നല്ലൊരു ലൊക്കേഷനിലേക്ക് പോവാം ഗൈസ്. പതിയെ അമ്മേ ചത്താനെ പതിയെ മല ചാടി കടക്കേണ്ടി വരും. ഓ, ധീവര ബാഹുബലി പതിയെ മലയൊക്കെ കടന്ന് നമുക്ക് അടുത്തൊരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ഗൈസ്. അപ്പോൾ പതിയെ പോയി നോക്കട്ടെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം വല്ലതും കാണാൻ നോക്കട്ടെ ഗൈസ്. ഫുൾ ഈ ഒരു എപ്പിസോഡ് മിക്കവാറും നല്ല ലാഗായിരിക്കും ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ട്രാവലിംഗ് ആയിരിക്കും എന്നുള്ള പ്ലാനാണ്. പിന്നെ നല്ല പല സ്ഥലം കാണണമെങ്കിൽ നമുക്ക് വേറെ നല്ല പ്ലാൻ ഇടാം. എപ്പിസോഡ് ചെറുതായി പോരുതല്ലോ. പതിയെ പിന്നെ അടുത്തൊരു വില്ലേജ്, നല്ലൊരു വില്ലേജ് കിട്ടണം. നല്ലൊരു കേവ് ഒക്കെ ഉണ്ടായിട്ട്, കുറച്ച് ഫ്ലാറ്റ് സ്ഥലമൊക്കെ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആക്കാം. ആ ഫ്ലാറ്റ് സ്ഥലത്ത് ഒരു ബോക്സ് കെട്ടിയിട്ട് അതിനകത്ത് വേണം വില്ലേജേഴ്സിനിടാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ സോംബിയൊക്കെ വന്ന് തല്ലിക്കൊല്ലും വില്ലേജേഴ്സിനെ. അവിടെ ഒരു കേവ് കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് ആ ഒരു കേവ് നല്ലതാണെങ്കിൽ അതിനകത്തുനിന്ന് പല പരിപാടി ഒപ്പിക്കാം. ഓ, അത്യാവശ്യം നല്ല കേവാണ് ഗൈസ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇതിൽ ടോർച്ച് ഇല്ല, അപ്പം നമുക്ക് മരമൊക്കെ മുറിച്ച് കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് കയറാം, ഇല്ലെങ്കിൽ പണി കിട്ടും. അധികം മരമൊക്കെ കുറച്ച് ഉണ്ടാക്കി പ്ലാങ്കിന് സ്റ്റിക്കാക്കാൻ ഇവിടെ സ്റ്റിക്കാക്കി ടോർച്ചാക്കി അത്യാവശ്യം ഒരു സ്റ്റാക്കിൽ കൂടുതൽ ടോർച്ചായി. നമുക്ക് പതിയെ അത് എക്സ്പ്ലോർ ചെയ്യാം. ആ മല പതിയെ മലയൊക്കെ അടിയിലേക്കുണ്ട്. കുറച്ച് അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇത് ലൈറ്റ് ചെയ്യാം. നൈസിന് ഇത്രയും ഗ്യാപ്പുള്ള സ്ഥിതിക്ക്. അയ്യോ, ഇത് ചെറിയ മലയാണ് ഗീസ്. ഡിസപ്പോയിൻറ്റഡ്. നമുക്ക് പതിയെ ഈ മലയൊക്കെ ലൈറ്റ് ചെയ്ത് ബോംബുണ്ട് നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഡാമേജ് കിട്ടി. ബാക്കിൽ സോംബി ഉണ്ടായിരുന്നു. അപ്പം ഗൈസ്, നമ്മുടെ മിക്ക ടൂൾസും ഇതൊക്കെ കോപ്പറാണ്. കോപ്പർ അത്യാവശ്യം ഗുഡാണ് ഗൈസ്. പതിയെ നമ്മൾ ആ കേവൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്യട്ടെ. വേണ്ടണം
അവിടുത്തെ റിസോഴ്സൊക്കെ പതിയെ മൈൻഡ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഈ കേവിൽ തന്നെ തീർത്തിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാം. ആ വില്ലേജേഴ്സിനെ ട്രാപ്പ് ചെയ്യാനൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോക്സ് ഉണ്ടാക്കാമെന്ന്, അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കാം. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ എപ്പിസോഡ് ചെറുതായി പോവില്ല. ഈ എപ്പിസോഡിൽ പതിയെ നമുക്ക് ഇതിൻ്റെ റിസോഴ്സൊക്കെ മൈൻഡ് ചെയ്യാം. ആ വന്ന വഴി കുറച്ച് അയൺ കണ്ടേച്ച്. ആ അയൺ എവിടെ? അതേ പക്കത്ത്. ആ അയണും കൂടി എടുത്തിട്ട് പതിയെ പതിയെ അയണും കൂടി എടുത്തിട്ട് നമുക്ക് പതിയെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ട് നമുക്ക് വില്ലേജിൽ അടുത്ത എപ്പിസോഡ് കാണണമെങ്കിൽ നമുക്ക് അതിന് ചുറ്റിനുണ്ടാക്കാൻ വാള് സെറ്റ് ചെയ്യാം. വോൾ സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ ഒന്ന് നോക്കട്ടെ. വെയിറ്റ് ചെയ്യേ. അത് ഇവിടെ നിന്ന് ചാടി ഇറങ്ങി പുറത്തേക്ക് നോക്കട്ടെ. അവിടെ വല്ല ലാവ സോഴ്സ് ഉണ്ടെങ്കിലേ ഇവിടെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കണം. അടുത്തൊന്നൊരു നല്ല ലാവ സോഴ്സ് ഉള്ളിടത്തോ. ഷീപ്പ് ബെഡ് ഉണ്ടാക്കണേ ഇനി കുറേ. അടുത്ത ഷീപ്പ് ഞാൻ മിക്കവാറും വൈറ്റ് ഷീപ്പിനകത്ത് ഫോക്കസ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ വേറെ കളറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൈ തപ്പാൻ പോകണം. അങ്ങനെ കുറേ ശോഭം പരിപാടി ഉണ്ട്. പതിയെ ഇനി നമുക്ക് ലാവ എടുക്കാൻ വേണ്ടി ബക്കറ്റ് വേണം. നമുക്ക് ഒരു ബക്കറ്റ് ഉണ്ടാക്കാൻ നോക്കാം. പതിയെ ഒരു ബക്കറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ സ്മെൽറ്റ് ചെയ്യണം. ആദ്യം തന്നെ അതുകൊണ്ട് നമുക്ക് ബക്കറ്റ് സെറ്റ് ചെയ്യാം. അയൺ സ്മെൽറ്റ് ചെയ്യണം. അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് ഗൈസ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബക്കറ്റ് ഉണ്ടാക്കണം. അപ്പോഴേക്കും നൈറ്റായി. നമ്മൾ ഇവിടെ കിടക്കാൻ നോക്കിയിട്ട് പറ്റണ്ടായിരുന്നില്ല. നമ്മൾ ഒന്ന് ജസ്റ്റ് റൗണ്ടൊക്കെ അടിച്ച് കുറച്ച് തിരിഞ്ഞൊക്കെ വന്ന് ഷീപ്പിനെയൊക്കെ തല്ലിക്ക് വന്ന് തിരിച്ച് ബെഡിന് അങ്ങോട്ട് പോകണം. രാത്രി ആവാതായപ്പോൾ ഓടിച്ചെന്ന് അയണൊക്കെ എടുത്ത് ഒരു ബക്കറ്റ് അങ്ങ് റാഫ്റ്റ് ചെയ്ത് ഒരു കിടത്തം കിടന്ന് പിന്നെ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാവ കണ്ടുപിടിക്കണമല്ലോ. നമ്മ ലാവയുടെ അടുത്ത് പോയി. കുറച്ച് ദൂരത്തായിരുന്നു, അധികം ഭയങ്കര ലോങ്ങിലേക്കൊന്നും പോയില്ല. കുറച്ച് ദൂരത്ത് തന്നെ ലാവ ഉണ്ടായിരുന്നു. പതിയെ മലയൊക്കെ കയറി തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ഒരു കോബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കാൻ കഷ്ടപ്പാടായിരുന്നു. കുറേ നേരം ഇരുന്ന് ഇതിൻ്റെ പുറകെ. ആണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയത് 2 ബ്ലോക്ക് വിട്ടിലായിരുന്നു. മറ്റേ പിസ്റ്റൺ കോബിൾ സ്റ്റോൺ പോലെ ഞാൻ സെറ്റ് ചെയ്തത്. പിന്നെയാണ് ഓർത്തത് ഒറ്റ വിട്ടിലാക്കി. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കി. അതും തെറ്റി. പിന്നെ റീബിൽഡ് ചെയ്ത് പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇതൊക്കെ ഇതാണ്. ഞാൻ ആ കേബിളുണ്ടായിരുന്ന ഫുള്ള് കോപ്പർ മൈൻ ചെയ്ത്. അതായത് അയൺ എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യണം കോബിൾ സ്റ്റോൺ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒരു ചത്താനിപ്പോൾ ആ വെള്ളം ഉണ്ടായിരുന്ന മാത്രം കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്തത്. നേരെ അവിടെ നിന്ന് പൊട്ടിച്ചിറങ്ങി, ഒന്നും നോക്കിയില്ല, പൊട്ടിച്ചിറങ്ങി പൊക്കത്തെ ബ്ലോക്ക് വലിയ പൊട്ടിച്ച് അതിനകത്ത് ലാവയൊക്കെ സെറ്റ് ചെയ്ത്. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ മറ്റേ ചെസ്റ്റ് നമുക്കുണ്ടെന്ന സാധനങ്ങൾ. പിന്നെ ഞാൻ വേറൊരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട് അവിടെ സൈഡിൽ. അതിനകത്ത് നമ്മൾ ഈ കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് എടുത്ത് നോക്കാൻ വേണ്ടി. പിന്നെ സൈഡിലൊരു ചെറിയ പെട്ടിയുണ്ട്, അതിനകത്താണ് നമ്മുടെ ബെഡ് അങ്ങനത്തെ സാധനമൊക്കെ വെച്ചേക്കണം. അടുത്ത എപ്പിസോഡിൽ ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ ആലോചിക്കണം. നോക്കാം. വില്ലേജ് അടുത്ത് തന്നെയാണെങ്കിൽ നമുക്ക് വരാൻ അത് പോയിരിക്കാം, അല്ലെങ്കിൽ ഇത് പെടും. നമുക്ക് പതിയെ കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് ഇത്രയും പിക്ക് ഏകദേശം ഉണ്ടാക്കി. ഇത്രയും പിക്ക് കുറേ നേരത്തെ മൈനിങ് കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിതൊക്കെ മൈൻ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ബൈ ബൈ.